പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ PSC കഴിഞ്ഞ ദിവസം നടത്തിയ നമ്മുടെ പോലീസ് ഡ്രൈവർ എക്സാമിൻ്റെ ഒരു 50 GK ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏതാണ്? യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏതായിരുന്നു? വിശ്വഭാരതി സർവകലാശാലയാണ്. ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാലയാണ്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നമ്മൾ പഠിച്ച കാര്യമാണ് ഇത്. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാലയായിരുന്നു ഇത് വിശ്വഭാരതി സർവകലാശാല. രണ്ടാമത്തെ ചോദ്യം, JC ഡാനിയൽ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? JC ഡാനിയൽ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാ? TE വാസുദേവനാണ്. ഓപ്ഷൻ ഡി TE വാസുദേവൻ. മൂന്നാമത്തെ ചോദ്യം, കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായിട്ട് നടന്നത് എവിടെയാണ്? കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായിട്ട് നടന്നത് എവിടെയായിരുന്നു? കാനഡയിലെ ഹാമിൽട്ടൺ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അല്ലേ? കാനഡയിലെ ഹാമിൽട്ടൺ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഏത് കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായിട്ട് നടന്നത്. നാലാമത്തത്, ഗ്യാങ്ഷോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡലാണ് ലഭിച്ചത്? ഗ്യാങ്ഷോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡലായിരുന്നു ലഭിച്ചത്? 107 മെഡലുകളായിരുന്നു ലഭിച്ചത്. അഞ്ചാമത്തെ ചോദ്യം, നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ആരായിരുന്നു നീതി ആയോഗിന്റെ CEO? ആരാ? BVR അല്ലെ? CEO BVR സുബ്രഹ്മണ്യം. ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ് കേട്ടോ. ശരിയായ പ്രസ്താവനകൾ. ഒന്ന്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. 2, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു. 3, സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഇതിൽ എന്താ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? 1929 ലാഹോർ സമ്മേളനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന എന്താണ്? ഏതൊക്കെയാ? 1ഉം 2ഉം അല്ലേ ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്ന? ഓപ്ഷൻ ബി 1ഉം 2ഉം ആണല്ലേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കുന്ന ഏതായിരുന്നു? 1929 ലാഹോർ സമ്മേളനമായിരുന്നു. അതുപോലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിക്കുന്നത് ഏത് തന്നെയാണ്? 29 ലാഹോർ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ്. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്നുള്ളത് എന്താണ്? തെറ്റായ പ്രസ്താവനയായിരുന്നു. ആരായിരുന്നു? നെഹ്റു ആയിരുന്നു അല്ലേ? നെഹ്റു ആയിരുന്നു 29 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഇനി ഏഴാമത്തെ ചോദ്യം, തെറ്റായ ജോഡി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1, അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ. ഓപ്ഷൻ ബി, ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ. ഓപ്ഷൻ സി, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ. ഓപ്ഷൻ ഡി, അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ്. ഇതിൽ തെറ്റായ ജോഡി ഏതാ? ഓപ്ഷൻ ഡി ആണ് അല്ലെ. അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ് എന്നുള്ളത് എന്താണ്? തെറ്റായ പ്രസ്താവന. ആരായിരുന്നു അനുശീലൻ സമിതി? ബരീന്ദ്രകുമാർ ഘോഷാണ് ഇത് അനുശീലൻ സമിതി. എട്ടാമത്തെ ചോദ്യം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്താം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? 1, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ജമീന്ദാർമാരായിരുന്നു. 2, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പിലാക്കിയിരുന്നത്. 3, കോൺവാലിസ് പ്രഭു ഗവർണർ ജനറലായിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ്. ഈ 3 പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നായിട്ട് കണ്ടെത്താൻ പറഞ്ഞത്. ഏതൊക്കെയാ ശരി? 1ഉം 3ഉമാണ് കേട്ടോ. 1ഉം 3ഉമാണ് എന്ത്? ശരിയായ പ്രസ്താവനകൾ. അപ്പം തെറ്റായ പ്രസ്താവന ഏതാ? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പിലാക്കിയെന്നുള്ളത് എന്താണ്? തെറ്റായ വ്യവസ്ഥയാണ് അല്ലേ. എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു അല്ലേ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെയാണ് വടക്ക് പടിഞ്ഞാറ് വ്യവസ്ഥയിൽ ഏതായിരുന്നു? അവിടെ മഹൽവാരി ആയിരുന്നു കേട്ടോ. മഹൽവാരി ആയിരുന്നു വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ഇനി 9ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? നിലവിൽ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ആരായിരുന്നു? ഹീരാലാൽ സമരിയാണ് അല്ലെ. നിലവിൽ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാന്ന് ചോദിച്ചാൽ ഹീരാലാൽ സമരിയാണ്.
10 ഉത്തര പർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ചുരം ഏതായിരുന്നു? ലിപ്പു ലേഖാണ് അല്ലേ? ഓപ്ഷൻ എ ലിപ്പു ലേഖാണ് ഉത്തരാഖണ്ഡ്, ടിബറ്റ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. നാഥുല ചുരം ഏതായിരുന്നു? സിക്കിം, ടിബറ്റ് അല്ലേ? സിക്കിം, ടിബറ്റാണ് ഏത്? നാഥുല ചുരം എന്ന് പറഞ്ഞ്. ഷിപ്കിൽ ഏതായിരുന്നു? ഹിമാചൽ പ്രദേശ്, ടിബറ്റാണ്. സോജില ചുരം ഏതാ? ജമ്മു കാശ്മീരിലുമാണ്. ഇനി 11 താഴെ തന്നിരിക്കുന്നതിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ്. ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന. 1 അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണ്. 2 കഠിനശിലകളായതിനാൽ ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. 3 സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ട്. 4 താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമാണ്. ഇതിൽ ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകളാണ് എഴുതേണ്ടത്. ഏതൊക്കെയാണ് ഇതിൽ ശരിയായത്? 1ഉം 3ഉമാണ് അല്ലേ? ഓപ്ഷൻ ഡി 1ഉം 3ഉമാണ് എന്ത്? ശരിയായ പ്രസ്താവനകൾ. 1 അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണ്. അതുപോലെ സമതലങ്ങളിൻ്റെ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത കൂടുതലും ഏത് തന്നെയാണ്? ഹിമാലയൻ നദികൾക്കാണ്. 12 ചുവടെ തന്നിരിക്കുന്നതിൽ മില്യൺ ഷീറ്റുകളുടെ തോത് ഏതാണ്? ചുവടെ തന്നിരിക്കുന്നതിൽ മില്യൺ ഷീറ്റുകളുടെ തോത് ഏതാണ്? ഏതാ? ഓപ്ഷൻ ഡി ആണല്ലേ. 1:10 ലക്കാണ് എന്ത്? 1 മില്യൺ ഷീറ്റുകളുടെ തോത് എന്ന് പറയുന്നത്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 10 ലക്ക് അല്ലേ? 10 ലക്കിനെയാണ് നമ്മൾ 1 മില്യൺ എന്ന് പറയുന്നത്. അങ്ങനെയാവും നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടെത്താം. 13 നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണ്? നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണെന്ന് വെച്ചാൽ ഏതാ? റാബിയാണല്ലോ. ഓപ്ഷൻ ഡി റാബിയാണ്. 14 ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകാൻ കാരണം കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ്? ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകാൻ വേണ്ടിയിട്ട് കൂട്ടിച്ചേർത്ത വില്ലേജാണ് ഏത്? ഇടമലക്കുടി വില്ലേജാണല്ലോ. ഓപ്ഷൻ സി ഇടമലക്കുടി വില്ലേജാണ്. 15 പുറംപണി അഥവാ ഔട്ട്സോഴ്സിങ്ങുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഔട്ട്സോഴ്സിങ്ങുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? 1 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ. 2 സേവന മേഖല. 3 ആഗോളവൽക്കരണം. 4 ഭൂപരിഷ്കരണം. ഏതാ ഇതിൽ ബന്ധമില്ലാത്തത്? 4 മാത്രമാണ് അല്ലേ? ഭൂപരിഷ്കരണം എന്തല്ല? ഔട്ട്സോഴ്സിങ്ങുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സാധനമാണ്. 16 ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏതാണ്? ഇത് തുടർച്ചയായിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ടല്ലേ. എനിക്ക് തോന്നുന്നു 4ാമത്തെ ചോദ്യവും ഇത് തന്നെയാണ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു എന്നായിരുന്നു. 107 മെഡലുകളായിരുന്നു ലഭിച്ചത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ 107 മെഡലുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഓപ്ഷൻ ബി 38 സ്വർണം, 28, 41. ഓപ്ഷൻ സി 36, 38, 41. ഓപ്ഷൻ ഡി 26, 28, 51. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എത്രയായിരുന്നു? 107 മെഡലുകളാണ് ഇന്ത്യക്ക് എന്ത് കിട്ടിയത്? ഏഷ്യൻ ഗെയിംസിൽ ലഭിച്ചതെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൽ 107 വരുന്ന 2 ഉണ്ട്. പക്ഷേ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഏതാ? ഓപ്ഷൻ എ ആണ് കേട്ടോ. 28 സ്വർണവും 38 വെള്ളിയും 41 വെങ്കലവുമാണ്. ഓപ്ഷൻ എ ആണ് 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. 17 ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഏതാ? ഛോട്ടാ നാഗ്പൂർ ആണ്. ഓപ്ഷൻ ബി ഛോട്ടാ നാഗ്പൂർ പ്രദേശമാണ്. 18 ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷനുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാ? റിസർവ് ബാങ്ക് ആണ് അല്ലേ. ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക്. 19 സപ്തർഷി എന്ന പദം താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സപ്തർഷി എന്ന പദം താഴെ തന്നിരിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാ? 2023-24 ബജറ്റുമായി ബന്ധപ്പെട്ടതാണ് ഏത്? സപ്തർഷി എന്ന പദം. 20 താഴെ തന്നിരിക്കുന്നതിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1 ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 2 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്.
3 ഭരണഘടനാ നിർമ്മാണ സഭയിൽ 25 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. 4 ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 1949 നവംബർ 26 അംഗീകരിച്ചു. ഇതിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ്. ഓപ്ഷൻ ഡി 2ഉം 4ഉമാണ് എന്ത് ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ തെറ്റായ പ്രസ്താവനകളാണ്. ഒന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. അതുപോലെ വേറൊന്ന് 3 ഭരണഘടനാ നിർമ്മാണ സഭയിൽ 25 വനിതാ അംഗങ്ങൾ എന്നുള്ളത് എന്താണ്? തെറ്റാണ്. 17 വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി 21 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. 1 ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആമുഖം ആരംഭിക്കുന്നത്. 2 ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ. 3 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം കൂട്ടിച്ചേർത്തു. 4 ആമുഖം എന്ന ആശയം കടമെടുത്തത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. ഇതിൽ ആമുഖവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവന? 1ഉം 2ഉം 3ഉമാണ് എന്ത് ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ 4ാമത്തെ പ്രസ്താവന ആമുഖം എന്ന ആശയം കടമെടുത്തത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണോ? അല്ല, ഇവിടുന്ന് അമേരിക്കയിൽ നിന്നാണ്. 22 ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്? ഭാഗം 2ലാണ്. ഓപ്ഷൻ ബി ഭാഗം 2. 23 ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏതാ? ആർട്ടിക്കിൾ 32 അല്ലേ? റിട്ടുകളൊക്കെ വരുന്ന ആർട്ടിക്കിൾ 32നെയാണ് ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ആര്? ഡോക്ടർ BR അംബേദ്കർ. 24 ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1 സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നീ ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. 2 പഞ്ചായത്തിൻ്റെ 3 തലങ്ങളിലേക്കും 5 വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 3 വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ചുമതല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 4 പഞ്ചായത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 1/3 കുറയാത്തത് സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യണം. ഇതിൽ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഏതൊക്കെയായിരിക്കും? 1, 2, 4ഉമാണ് എന്ത് ശരിയായ പ്രസ്താവനകൾ. 1, 2, 4. അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതാ? 3ാമത്തെ എന്തായിരുന്നു? വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുമുള്ള ചുമതല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണോ? അല്ല, ആർക്കാ? കേരള ഇലക്ഷൻ കമ്മീഷനാണ് അല്ലേ? കേരളത്തിലുള്ള 243K പ്രകാരമാണ് ഇത് കേരള ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ കേരള ഇലക്ഷൻ കമ്മീഷനാണ് അല്ലെങ്കിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ചുമതലയുള്ളത് കേട്ടോ. ഇനി 25ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏതാണ്? ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത്: 1 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, 2 നീതി ആയോഗ്, 3 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, 4 അറ്റോർണി ജനറൽ. ഇതിൽ ഭരണഘടനാ സ്ഥാപനമല്ലാത്തത് ഏതാ? നീതി ആയോഗാണ് അല്ലേ? നീതി ആയോഗാണ് എന്ത് ഭരണഘടനാ സ്ഥാപനമല്ലാത്തത്. 26 ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നതിനായിട്ട് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106ാം ഭേദഗതി നിയമത്തിനു നൽകിയിരിക്കുന്ന പേര് എന്താണ്? അല്ലേ, നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ നിയമമായിരുന്നു ഏത്? നമ്മുടെ പാർലമെന്റ് സീറ്റുകളിലും അതുപോലെ സംസ്ഥാന സീറ്റുകളിലൊക്കെ എന്ത് ചെയ്യുക? 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്ന ബില്ല്. അതിൻ്റെ പേര് എന്താണെന്നുള്ള ഏതാ? നാരി ശക്തി
വന്ദൻ അധിനിയമാണ് കേട്ടോ. നാരീശക്തി വന്ദൻ അധിനിയമാണ്. ഓപ്ഷൻ സി നാരീശക്തി വന്ദൻ അധിനിയം. 27 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാ? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാ? ഗവർണറാണ്. 28 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ആരാ? മുഖ്യമന്ത്രിയാണ്. 29 മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് എന്താ? മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വന്തം ഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് എന്തായിരുന്നു? സ്നേഹപൂർവമാണ്. ഓപ്ഷൻ ബി സ്നേഹപൂർവം. 30 താഴെ പറയുന്നതിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായിട്ട് യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. 1 കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടങ്ങളാണ്. 2 വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. 3 കുടുംബശ്രീ സംവിധാനത്തിന്റെ അടിത്തറയായ ലഘു സമ്പാദ്യ പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതി. 4 സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. ഇതിൽ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. 31 കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാ? ലൈസോസൈമാണ്. ഓപ്ഷൻ ബി ലൈസോസൈമ. 32 ഒട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്താ? ഓപ്ഷൻ ഡി സ്പെക്ട്രമാണ് അല്ലെ. ഓപ്ഷൻ ഡി സ്പെക്ട്രമാണ്. 33 ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പരിസ്ഥിതി സംഘടനയായ അപ്പിക്കോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായ ചിപ്കോ മൂവ്മെന്റ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ? കർണാടകയാണ് കേട്ടോ. ഓപ്ഷൻ എ കർണാടക. 34 ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിയുക. 1 ഫാറ്റി ലിവർ, 2 പ്രമേഹം, 3 ഹീമോഫീലിയ. ഇതിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ് കേട്ടോ. ഓപ്ഷൻ സി 1ഉം 2ഉമാണ്. ഏത്? ജീവിതശൈലി രോഗങ്ങൾ. ഫാറ്റി ലിവറും അതുപോലെ പ്രമേഹവുമാണ്. 35ാമത്തെ ചോദ്യം കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കോൺവെക്സ് ആണ്. 1 വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു. 2 പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലായിട്ട് രൂപപ്പെടുന്നു. 3 റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നു. ഇതിൽ കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാ? ഓപ്ഷൻ സി ആണ് കേട്ടോ. 2ഉം 3ഉമാണ് എന്ത്? ശരിയായ പ്രസ്താവനകൾ. ഇനി 36ാമത്തെ ചോദ്യം ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. 1 പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. 2 പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. 3 പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു. ഇതിൽ പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് ഏതാന്ന് കണ്ടെത്താം. ഇവയെല്ലാം എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. 37 ISROയുടെ ചാന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താം. 1 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു.
2 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 3 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. നമ്മൾ ഈ ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ടിട്ട് വിശദമായിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ഏതാ ഇതിൻ്റെ ആൻസർ? ഇതെല്ലാം എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ഇനി 38 എക്സ് എന്ന മൂലകത്തിൻ്റെ ആറ്റത്തിൽ 3 ഷെല്ലുകളുണ്ട്. ഈ മൂലകത്തിൻ്റെ ബാഹ്യതമാ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഈ മൂലകം ഏത് പീരിയഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? എക്സ് എന്ന മൂലകത്തിൻ്റെ ആറ്റത്തിൽ 3 ഷെല്ലുകളുണ്ട്. ഈ മൂലകത്തിൻ്റെ ബാഹ്യതമാ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഈ മൂലകം ഏത് പീരിയഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? ഏതായിരിക്കും? 3ാമത്തെ പീരീഡും അതുപോലെ 1ാം ഗ്രൂപ്പുമായിരിക്കും അല്ലേ? 3ാം പീരീഡും 1ാം ഗ്രൂപ്പുമായിരിക്കും. 39 വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാന്ന് കണ്ടെത്തുക. 1 വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും. 2 വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും. 3 വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായിട്ടും ഇലാസ്തിക സ്വഭാവമുള്ള ആയതിനാൽ ഊർജ നഷ്ടം സംഭവിക്കുന്നില്ല. ഇതിൽ വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ് കേട്ടോ. ഓപ്ഷൻ സി 2ഉം 3ഉമാണ് എന്ത്? ശരിയായ പ്രസ്താവനകൾ അല്ലേ? വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും എന്നുള്ളത് എന്താണ്? ശരിയാണോ? തെറ്റായ പ്രസ്താവന അല്ലേ? വാതകത്തിൽ തന്മാത്രകൾ എന്താ? വളരെ അകലത്തിലായിരിക്കും അല്ലേ? അതുപോലെ അവർക്ക് എന്തായിരിക്കും? ഊർജം കൂടുതലുമായിരിക്കും. ഈ 40ാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ്. GK പാർട്ടിൽ നിന്നുള്ള അവസാനത്തെ ചോദ്യമാണ്. 2023 രസതന്ത്ര നൊബേൽ പ്രൈസ് പുരസ്കാരം നേടിയ താഴെ പറയുന്നതിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് കണ്ടെത്തുക? 1 ലിഥിയം അയൺ ബാറ്ററികളുടെ വികസനം. ഓപ്ഷൻ ബി ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠനം. ഓപ്ഷൻ സി അസിമെട്രിക് ഓർഗാനോ കാറ്റലിസ്റ്റ് വികസിപ്പിച്ചത്. ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സങ്കലനവും. ഏതിനാ കിട്ടിയത്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതുപോലെ അതിൻ്റെ സങ്കലനവുമാണ്.